ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ചാനലായിട്ടുള്ള ലിറ്ററേച്ചർ ആൻഡ് ഹോളിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൈക്കോളജിയിലെ അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി എന്നുള്ളൊരു പാർട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു തിയറിയാണ്, ഒരു അപ്രോച്ചാണ് ട്രെയ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പല പേഴ്സൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ട്രെയ്റ്റ് അപ്രോച്ചിനെ അല്ലെങ്കിൽ ട്രെയ്റ്റ് തിയറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ട്രെയ്റ്റ് തിയറിയാണ് ആൽപോർട്ട്സ് ട്രെയ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രെയ്റ്റ് തിയറി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ട്രെയ്റ്റ് ഈസ് എ പേഴ്സണാലിറ്റി ക്യാരക്ടർ ഒരു പേഴ്സണാലിറ്റി ബിഹേവിയർ. അതായത് ഒരുപാട് ട്രെയ്റ്റുകളുടെ കൂടിച്ചേരലാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പലതരം ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഈ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം കൂടി ഒരു കൂടിച്ചേരലാണ്, ഒരു ഒത്തൊരുമയാണ് എന്തെന്ന് പറയുന്നത് ഒരു ആളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആൽപോർട്ടിൻ്റെ ട്രെയ്റ്റ് തിയറിയാണ്. അപ്പോൾ ഗോർഡൻ ആൽപോർട്ട് എന്നാണ് നമ്മുടെ ആൽപോർട്ടിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലയളവെന്ന് പറയുന്ന 1897 to 1967 ഈസ് ഹിസ് ടൈം പീരീഡ്. ഓക്കെ, സോ അദ്ദേഹം പറഞ്ഞത് ഈച്ച് ഇൻഡിവിജ്വൽ ഡെവലപ്സ് എ യുണീക്ക് സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ് ടെൻഡൻസീസ്. ഓക്കെ, എവ്രി ഇൻഡിവിജ്വൽ ഹാസ് എ യുണീക്ക് സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ് ടെൻഡൻസീസ്. എല്ലാ ഇൻഡിവിജ്വലിനും ഒരു യുണീക്ക് സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ട്. അതാണ് അയാളുടെ ആ ഒരു പേഴ്സണാലിറ്റിയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 3 തരത്തിലുള്ള ട്രെയ്റ്റ്സ് ഒരാളിൽ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഏതൊക്കെ അറിയോ? ഫസ്റ്റ് ഈസ് കാർഡിനൽ ട്രെയ്റ്റ്, ആൻഡ് സെക്കൻഡ് ഈസ് സെൻട്രൽ ട്രെയ്റ്റ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് സെക്കൻഡറി ട്രെയ്റ്റ്. ഓക്കെ, സോ കാർഡിനൽ ട്രെയ്റ്റ് ഈസ് ദ ഡോമിനൻറ്റ് ട്രെയ്റ്റ് ഇൻ വൺസ് പേഴ്സണാലിറ്റി. ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ട്രെയ്റ്റാണ് കാർഡിനൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്താണെന്നറിയോ? നമ്മുടെ ഗാന്ധിജിയെ ഓർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി. സോ സിംപ്ലിസിറ്റി വാസ് ദ കാർഡിനൽ ട്രെയ്റ്റ് ഓഫ് ഗാന്ധിജി. ഓക്കെ, ഓർ ഓണസ്റ്റി വാസ് ദ കാർഡിനൽ ട്രെയ്റ്റ് ഓഫ് ഗാന്ധിജി. അതെന്താ നമ്മളിങ്ങനെ വേർതിരിച്ച് പറയുമല്ലേ, പക്ഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവമായി നമ്മൾ പറയുന്നത് സിംപ്ലിസിറ്റിയാണ്. സോ സിംപ്ലിസിറ്റി വാസ് ദ പേഴ്സണൽ ട്രെയ്റ്റ് ഓഫ് ഗാന്ധിജി. ദാറ്റ് ഈസ് എ കാർഡിനൽ ട്രെയ്റ്റ്. അപ്പോൾ ഡോമിനൻ്റ് ആയിട്ടൊരു പേഴ്സണി, നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള ഓരോ പേഴ്സണാലിറ്റീസ് ഉണ്ടാവും, ട്രെയ്റ്റ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് അവർ കാർഡിനൽ ട്രെയ്റ്റ്. സെക്കൻഡ് ട്രെയ്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത് സെൻട്രൽ ട്രെയ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് സെൻട്രൽ ട്രെയ്റ്റ്? ഒരു കാർഡിനൽ ട്രെയ്റ്റിൻ്റെ അത്രയും ഡോമിനൻസ് ഇല്ലെങ്കിൽ പോലും സെക്കൻഡ് ഡോമിനൻ്റായി നിൽക്കുന്ന ട്രെയ്റ്റാണ് സെൻട്രൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു കൂട്ടം ഓർഗനൈസ്ഡ് ടെൻഡൻസീസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ. ഇത് ഒരു കൂട്ടം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ടെൻഡൻസീസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഓണസ്റ്റി, കൈൻഡ്നെസ്. ഹീ ഈസ് എ കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ. ദാറ്റ് ഈസ് ഹിസ് സെൻട്രൽ ട്രെയ്റ്റ്. ഓക്കെ, ഹീ ഈസ് എ ഹോണസ്റ്റ് പേഴ്സൺ. ഇറ്റ് ഈസ് ഹിസ് സെൻട്രൽ ട്രെയ്റ്റ്. Okay, and Gandhiji is a honest person. It is his central trait. So that is the difference between cardinal trait and central trait. അത് നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. കാർഡിനൽ ട്രെയ്റ്റ് എന്താണ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ യുണീക്കായിട്ടുള്ള, നമുക്കും കാണും യുണീക്കായിട്ടുള്ള കാര്യം, ദാറ്റ് ഈസ് കാർഡിനൽ ട്രെയ്റ്റ്. ആൻഡ് സെൻട്രൽ ട്രെയ്റ്റ് വരുമ്പോൾ അത് ഒരു ഓർഗനൈസ്ഡ് ടെൻഡൻസീസ്, ആ ഒരു പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗനൈസ്ഡ് ടെൻഡൻസീസ് ആണ് സെൻട്രൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി ട്രെയ്റ്റ് എന്താണ്? സെക്കൻഡറി ട്രെയ്റ്റ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. എന്താ? ഇറ്റ് ഡിസ്ക്രൈബ് എ നാരോ ട്രെയ്റ്റ്, സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് നാരോ ട്രെയ്റ്റ്. അത് നമ്മൾ എപ്പോഴും പുറത്ത് കാണിക്കില്ല. ഓൺലി ഇൻ സ്മോൾ റേഞ്ച് ഓഫ് സിറ്റുവേഷൻസ്. ചില സന്ദർഭങ്ങളിൽ മാത്രം നമുക്ക് പുറത്തു വരുന്ന ചില സ്വഭാവ സവിശേഷതകൾ ഓരോ ഇൻഡിവിജ്വലിനും ഉണ്ട്. അതിനെയാണ് സെക്കൻഡറി ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആൽപോർട്ട് പറഞ്ഞത് ദ സം ഓഫ് ദ കാർഡിനൽ ട്രെയ്റ്റ്സ് പ്ലസ് സെൻട്രൽ ട്രെയ്റ്റ് ഈസ് ഡിസ്ക്രൈബ് എ പേഴ്സൺ.
ഒരു കാർഡിനൽ ട്രെയ്റ്റും സെൻട്രൽ ട്രെയ്റ്റും തമ്മിലുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ഒരു പേഴ്സൻ്റെ എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണാലിറ്റി ഈസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ ഇൻസൈഡ് ദ പേഴ്സൺ ഓഫ് സൈക്കോഫിസിക്കൽ സിസ്റ്റംസ് ദാറ്റ് ക്രിയേറ്റ് ദ പേഴ്സൺസ് ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ കാണാതെ പഠിച്ച് വെക്കുക. അത് നമുക്ക് എക്സാംസിന് അപ്ലൈ ചെയ്യാം, എഴുതാം, കോട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്, ഇതാര് പറഞ്ഞതാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പേഴ്സണാലിറ്റി ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ, അത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഉള്ളിലുള്ളതാണെന്ന് പറഞ്ഞത് ആൽപോർട്ടാണ്. അദ്ദേഹത്തിൻ്റെ പാറ്റേൺസ് ആയിട്ടുള്ള ബിഹേവിയറിനെയും തോട്ടിനെയും ഫീലിങ്സിനെയൊക്കെ സ്വാധീനിക്കുന്നത് ഈ സൈക്കോ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ 3 ട്രെയ്റ്റ്, കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി ട്രെയ്റ്റ് നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ മോർ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.